ഹാഷ്മിയുടെ ഒക്കെ വെപ്രാളവും പരവേശവും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെയും അഖിൽ മാരാറിന്റെയും ജനകീയ കോടതി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രോഗ്രാം ഫുള്ളി ഇരുന്ന് കണ്ടു. എഡിറ്റ് ചെയ്യുന്ന വേർഷൻ അല്ല, എഡിറ്റ് ചെയ്യാത്തൊരു വേർഷൻ 1.5 മണിക്കൂറിന്റെ 24 ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവം ഭയങ്കര കോമഡിയാണ്. ആ 24 ന്യൂസ് പുറത്തുവിട്ട ആ അൺകട്ട് വേർഷന്റെ ഒരു ഇൻട്രോ ഉണ്ട് ഹാഷ്മിയുടെ സാധാരണ കഥാപ്രസംഗമല്ല അവിടെ വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹാഷ്മി വന്നിട്ട് എന്തോ ഒരു തമാശ പറയുന്ന പോലെ മുഖത്ത് അത്യാവശ്യം ചിരിയൊക്കെ കൊടുത്തുകൊണ്ട് ഒന്ന് അഖിൽമാരാനെ ആക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല. സംവിധായകൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന എന്നുള്ളൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. സ്വയം അവകാശപ്പെടുന്നു. നിങ്ങൾക്ക് ബോധമില്ലേ? അയാളൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. സംവിധായകനാണ് അയാൾ. ഈ ജനകീയ കോടതിയിൽ അഖിൽമാരുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഹാഷ്മി സ്ഥിരം ഇടുന്ന ഒരു പൊടിക്കയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? സാധാരണ ഇവരുടെ ചാനൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു കഥാപ്രസംഗം ഹാഷ്മി പറയും. ഇതേ മാതൃക ഐക്യ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു നമ്മളിപ്പോ കണ്ടത് വയനാട്ടിൽ. ഐക്യ കേരളം കണ്ട ഏറ്റവും ദുരന്തത്തിൽ നമ്മളെല്ലാം മരവിച്ച് നിൽക്കുമ്പോ അഖിൽ മാരാറിന് എങ്ങനെ പറയാൻ തോന്നി? നിങ്ങൾക്ക് മനുഷ്യത്വമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹാഷ്മി. ഈ ഹാഷ്മിയുടെ ഈ ഡയലോഗ് പലപ്പോഴും പറയുന്നുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പലപ്പോഴും ഇതുപോലെ ഐക്യ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം, നമ്മുടെ എല്ലാം മനസ്സിനെ പിടിച്ചുലർത്തിയ ദുരന്തം, അതായത് അതിനകത്തൊരു ഇമോഷൻ ഇങ്ങനെ കയറ്റിവിടാൻ ശ്രമിക്കുകയാണ് പുള്ളിക്കാരൻ. സത്യം പറഞ്ഞാല് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തി കാണിക്കുന്ന പോലെയായിട്ട് എനിക്കത് ഫീൽ ചെയ്ത്. ഇപ്പം അതിനകത്ത് മാരാരി തന്നെ പറയുന്നുണ്ട്, മാരാരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ നടുവിന് അടി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ ഒന്നും മാരാറിന് ഒരു ഭാഗത്തും ഡൗൺ ആവുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഹാഷ്മിയൊക്കെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ ഉടായ്പും തട്ടിപ്പൊക്കെ മാറ്റി വെച്ച് ഈ ഐക്യ കേരളം കണ്ട ഈ ദുരന്തത്തിന്റെ ഇടയിൽ പോയി മാധ്യമ പ്രവർത്തനം നടത്തിയിട്ട് റേറ്റിംഗിൽ 1ാം സ്ഥാനത്ത് വന്ന മാധ്യമത്തിന്റെ ആങ്കർ തന്നെയല്ലേ നിങ്ങൾ? അതല്ല നിങ്ങളോട് പുണ്യപ്രവർത്തി ഒന്നുമല്ലല്ലോ ചെയ്ത്. സെക്കൻഡുകൾ വെച്ചിട്ടോ എന്തെല്ലാം തരത്തിലുള്ള കഥാപ്രസംഗമാണ് ദുരന്ത ഭൂമിയിൽ പോയി കാണിച്ചത്. ആൾക്കാർ കരയുമ്പോൾ അവരുടെ കണ്ണിലേക്ക് ക്യാമറ കൊണ്ടുപോവുക, അവിടെ ഹെലിക്യാമ്പ് വെച്ച് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. ദുരന്തം വരാൻ നേരത്ത് ബാക്കിയുള്ളവരെ പാനിക്കാക്കാത്ത രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അതല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. നിങ്ങൾ 24 മണിക്കൂർ അർജുന്റെ കേസിൽ എന്താ സംഭവിച്ചത്? അർജുന്റെ അടുത്ത് പോയിട്ട് അവിടെ പോയി കിടന്ന് കരയുന്നു, മെഴുകുന്നു. യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ പ്രോപ്പറായിട്ട് ആവശ്യമുള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യുക. ഇത് 24 മണിക്കൂറും സിനിമയ്ക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്ക് കമന്ററി പറയുന്ന പോലെ ഹാഷ്മിയെ പോലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് ദുരന്തത്തെ വിറ്റ് കാശാക്കി പോക്കറ്റിൽ കയറ്റി അതിൽ നിന്നും സാലറി മേടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് ഐക്യ കേരളം വേണ്ടി ഏറ്റവും വലിയ ദുരന്തത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയാവോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ഓർമ്മയുണ്ട്, നിങ്ങൾ ഒരു കൊച്ചു കുട്ടിയെ കാണാതായി. അന്നത് വലിയ വാർത്തയാവുന്നു. ഞാൻ അന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അമ്മയ്ക്ക് ഒരു കോള് വരും, ഒരു പ്രൈവറ്റ് കോളാണ് വരുന്നത്. ഈ പ്രൈവറ്റ് കോൾ വരാൻ നേരത്തെ അവരുടെ അമ്മ ഫോൺ എടുക്കാൻ നേരത്തെ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ മൈക്ക് എടുത്ത് ആ സ്പീക്കറിന്റെ എടുത്തോട്ട് വെച്ചിട്ട് ഇത് ലൈവ് ഇടുക. ഇങ്ങനെ മാധ്യമ പ്രവർത്തനമൊക്കെ നടത്താൻ നേരത്തെ ഞങ്ങൾക്കും ബോധമൊക്കെ ഉണ്ട് ഹാഷ്മി നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ കേരളത്തിലെ ഹാഷ്മിയെ പോലുള്ള ആൾക്കാരുടെ ഇൻട്രോ ആയിരുന്നല്ലോ, ആടിനെ കാശ് എവിടെ സർക്കാരെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു. അതൊരു ഇൻട്രോ ഉണ്ടായിരുന്നു, കഥാപ്രസംഗം ഉണ്ടായിരുന്നു. അത് ചോദിച്ചു പറയാം, അത് സന്ദർഭം വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങൾ അന്ന് വെച്ച് കാച്ചത് കൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ പൈസ അയക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നത്, പേടിച്ച് നിൽക്കുന്നത്, ബാക്കിയുള്ളവരിലേക്ക് കൊടുക്കുന്നത്, സർക്കാരിലേക്ക് കൊടുക്കാൻ മടിക്കുന്നത്. അന്ന് ഇതെല്ലാം വെച്ച് കാച്ചിട്ട് സന്ദർഭം ഇപ്പം നമ്മളത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താ? മാരാറിനെ പോലുള്ള ആൾക്കാർ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കാൻ നേരത്ത് വിവരാവകാശം ഇല്ലേ? അങ്ങനെ ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളുടെ പരിപാടി, പള്ളിയിലെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇവർ പിരിവ് മേടിച്ചുകൊണ്ട് പോയിട്ട് കറക്റ്റ് കുറച്ച് ദിവസങ്ങൾ കഴിയാൻ നമ്മുടെ കയ്യിൽ ഒരു നോട്ടീസ് ഇവർ കൊടുത്തിട്ട് വരവ് ചെലവ് കാണാൻ. ഇതിനകത്ത് നമുക്കറിയാം ഇവരെന്തൊക്കെ ഇട്ടു, എന്തെല്ലാം തരത്തിലുള്ള ചിലവായത് പ്രോപ്പറായിട്ട് നമുക്കറിയാം. നമ്മൾ 200 രൂപ കൊടുത്താൽ പോലും നമുക്ക് ആ ക്ഷേത്രത്തിൽ നടന്ന എല്ലാ കണക്കും അറിയാൻ പറ്റുമ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വിവരാവകാശം അല്ലെങ്കിൽ ഇതിന്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പൊ ഈ 5G യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഏത് മണ്ഡലത്തിൽ എവിടെ കൊടുത്തു എന്നറിയുന്ന രീതിയിൽ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഞാനിപ്പോൾ വിവരാവകാശമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ കായംകുളം മണ്ഡലം, ആലപ്പുഴ മണ്ഡലം, ഹരിപ്പാട് മണ്ഡലം, കൊട്ടാരക്കര, കൊല്ലം, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും എവിടെല്ലാം ആർക്കെല്ലാം എന്തെല്ലാം നിങ്ങൾ കൊടുത്തു? ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മരിച്ചുപോയ നേതാവിന്റെ ഗൺമാന് നിങ്ങൾ പൈസ കൊടുക്കുകയല്ല, ഏതെങ്കിലും ഒരു നേതാവ് മരിക്കുമ്പോൾ പൈസ കൊടുക്കുകയല്ല, ലോൺ എഴുതി തള്ളാനൊന്നും അല്ല ദുരിതാശ്വാസ നിധിയിലെ പണം. അതുപോലെ ലോകായുക്തയുടെ ചിറക് 2 അരിഞ്ഞു വെച്ചിട്ട് വാചകം അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇവിടത്തുള്ള സംവിധാനങ്ങളെ മുഴുവൻ അതിന്റെ ചിറകുകളും പല്ലും നഖവും എല്ലാം പറിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, അതിനുവേണ്ടി ഹാഷ്മിയെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവർ തന്നെ അല്ലേ കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ പാർട്ടിക്കാര് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം അടിച്ചുകൊണ്ട് പോയി എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടാണ്. ഈ വാർത്തകളൊക്കെ ഞങ്ങൾ നിങ്ങളിലൂടെയാണ് അറിഞ്ഞത്.
അപ്പോഴും അഖിൽമാരാർ ചോദിക്കുന്നുണ്ട്, ഈ ഐക്യ കേരളം ഇത്രയും വലിയ ദുരന്തത്തിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി വന്ന് നാട്ടുകാരോട് എന്തെങ്കിലും തരൂ എന്നുള്ള അല്ല പറയേണ്ടത്. ഇവിടെ എന്തെങ്കിലും പിന്നെ ഒരു സർക്കാർ, ഇവിടെ എന്തെങ്കിലും ഒരു ഖജനാവ്. നിങ്ങൾ പണം ഉണ്ടാക്കാൻ ശേഷിയില്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ച് വേറെ പണിക്കെല്ലാം പോകണം. അതിന് പറ്റുന്ന ആൾക്കാർ ഇവിടെ വരണം. ഇവിടെ നമ്മൾ ഇത്രയും കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്ത് നമ്മുടെ ഖജനാവിലേക്ക് എത്തിക്കുക. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പോലും വന്ന് ഇങ്ങനെ കൈനീട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ CMO ഒന്ന് നിൽക്കുകയാണ്. എന്ത് അവസ്ഥയാണ് ആലോചിച്ച് നോക്കി. ഒരു ദുരന്തം വരാം എന്നിട്ട് കൈ നീട്ടുക, അയച്ചു തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ സർക്കാരിന് ഒരു ഖജനാവുണ്ട്, ഈ സർക്കാരിന് നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്നുള്ള പണം നമ്മൾ ഖജനാവിലേക്ക് എത്തിക്കണം. ഒരു പ്രത്യേക അടിയന്തര സാഹചര്യത്തിൽ എടുക്കാനൊക്കെയാണ് ഖജനാവിലെ പണം. ഇതിനൊന്നും ഒരു പൈസയില്ല. ഇവിടെ ചുമ്മാ വെറുതെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഖജനാവിലെ പണം പോലും ഇല്ല. ഖജനാവിൽ പൂവങ്കോഴി വരെ മുട്ടയിട്ട് കൂവിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഒരു വാർത്ത എങ്ങനെ കച്ചവടമാക്കാവുന്നു, ഒരു വാർത്തയ്ക്ക് അതൊന്നും എങ്ങനെ വരുമാനം ഉണ്ടാക്കാവുന്നു, നിങ്ങളൊക്കെ കാണിക്കുന്നത് നമുക്ക് കാണാം. 24:7 എന്ന് പറഞ്ഞ പേരിൽ നിരവധി വാർത്താ ചാനലുകൾ കേരളത്തിലുണ്ട്. ഇവരാരും കാശി പോയി ഗംഗയെ മുഴുകാനൊന്നും മുങ്ങി പുണ്യം കിട്ടാനൊന്നും അല്ലല്ലോ ഈ മാധ്യമ പ്രവർത്തനവും ഈ ചാനലുകളൊക്കെ തുറക്കുന്നത്. എന്തിന് നിങ്ങളുടെ സ്റ്റുഡിയോയിലെ ഈ ക്യാമറയ്ക്കും ലൈറ്റ് സെറ്റപ്പിനും തന്നെ കോടികളാവും. അതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ ഇൻവെസ്റ്റ് ചെയ്തവർക്ക്? ഹാഷ്മിക്ക് മാസം ശമ്പളം തരണ്ടേ? അപ്പൊ ഹാഷ്മിയെ പോലുള്ള ആൾക്കാർ ദുരന്തം തന്നെ അവിടെ പോയി വെപ്രാളപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത് സിനിമ കമന്ററി പറയുന്ന പോലെ കമന്ററി ചെയ്ത് ആൾക്കാർ കരയുന്ന അവരുടെ കണ്ണിലേക്ക് ഫോക്കസ് ചെയ്ത് കണ്ണുനീരിന്റെ തുള്ളി വീഴുന്നത് വരെ എടുത്ത് മാർക്കറ്റ് ചെയ്ത് വിറ്റ് പരസ്യം നേടി മുമ്പോട്ട് പോകുന്ന ആൾക്കാർ തന്നെ പറയണം ഐക്യ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാം, നിങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തകൾക്ക് കീഴിൽ വന്ന ഒരു പരസ്യം നിങ്ങൾ എടുത്തിട്ടില്ലെന്ന് പറ, നിങ്ങൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറ. പിന്നെ റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട് സർക്കാരിന് വേണ്ടി. ഈ പുള്ളിക്കാരൻ വന്നിരുന്നു മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ സിനിമയിലൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ വികാരപ്പെട്ടിട്ട് ഇമോഷനൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കറിയോ പവിത്രമായ മോഹൻലാലിനെ നിങ്ങൾ എന്തു പറഞ്ഞു. അയ്യോ ക്രിഞ്ച്. അത് കണ്ടപ്പം തന്നെ അയ്യോ. മുഖ്യമന്ത്രിയെ തെമ്മാടിയെന്ന് അഖിൽമാരാർ വിളിച്ചു. അവിടെ സ്പോട്ടിൽ കിട്ടുന്നുണ്ടോ എന്നാ പരനാറിയെന്നാക്കാൻ. നിങ്ങളുടെ ഈ ഉടായ്പും തട്ടിപ്പൊക്കെ മാറ്റി വെച്ച് ഈ ഐക്യ കേരളം കണ്ട ഈ ദുരന്തത്തിന്റെ ഇടയിൽ പോയി മാധ്യമ പ്രവർത്തനം നടത്തിയിട്ട് റേറ്റിംഗിൽ 1ാം സ്ഥാനത്ത് വന്ന മാധ്യമത്തിന്റെ ആങ്കർ തന്നെയല്ലേ നിങ്ങൾ. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യാം.